എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇരിങ്ങാലക്കുട സെൻറ് ജോസഫ് കോളേജിലെ MA മലയാളം വിദ്യാർത്ഥിനിയാണ്. ഇതിലൊരു സബ്ജക്റ്റായ കേരള ദേശവും സംസ്കാരവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഒരു അസൈൻമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മാളയിലെ ജൂതപ്പള്ളിയാണ്. ഇതിൻ്റെ ഭാഗമായി ഞാൻ മാളയിലെ ജൂതപ്പള്ളിയിൽ പോവുകയുണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ സെക്യൂരിറ്റി ചേട്ടനായ സാബുക്കുട്ടൻ ചേട്ടനെയും അവിടുത്തെ സ്വീപ്പർ ജോലി ചെയ്യുന്ന ഷീജ ചേച്ചിയെയും കാണുകയുണ്ടായിരുന്നു. അവരുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും പിന്നീട് അവർ കർമ്മചന്ദ്രൻ സാറിൻ്റെ നമ്പർ തരികയും ചെയ്തു. KKTM കോളേജിലെ പ്രൊഫസറായിരുന്ന ഡോക്ടർ കർമ്മചന്ദ്രൻ സാറിനെ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വിവരങ്ങൾ ലഭിക്കുകയും ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണമാണിത്. തൃശ്ശൂർ ജില്ലയുടെ തെക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മാള കേരളത്തിലെ യഹൂദ അധിവാസ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ചരിത്രപ്രസിദ്ധമായ കൊടുങ്ങല്ലൂരിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ വടക്കുഭാഗത്താണ് മാളയുടെ സ്ഥാനം. പുതുവർഷം 1-ാം നൂറ്റാണ്ടിൽ റോമാക്കാരുടെയും ജെറുസലേം ആക്രമണത്തെ തുടർന്ന് പലായനം ചെയ്ത യഹൂദ സമൂഹത്തിൽ ഒരു സംഘം മുസിരീസിൽ അഭയാർത്ഥികളായി എത്തപ്പെടുകയുണ്ടായി. അവരുടെ പിന്തുടർച്ചക്കാരായ ഒരു വിഭാഗം മാളയിൽ എത്തിച്ചേർന്നു. കേരളത്തിൻ്റെ വാണിജ്യബന്ധത്തെ സൂചിപ്പിക്കുന്ന കുരുമുളകും കപ്പലിൻ്റെയും മാതൃക ഇവിടെയുണ്ട്. യഹൂദർ ഇവിടെ വിട്ടു പോകുന്നതിന് മുൻപ് 1955 ജനുവരി 4-ാം തീയതി രജിസ്റ്റർ ചെയ്ത ഒരു കരാറിലൂടെ മാള പഞ്ചായത്തിന് ഇവർ കൈമാറി. മാളയിലെ യഹൂദ സാന്നിധ്യത്തിൻ്റെ തുടക്കത്തെപ്പറ്റി കൃത്യമായ രേഖകൾ ലഭ്യമല്ല. പുതുവർഷം 1000-ൽ ജീവിച്ചിരുന്ന യഹൂദ പ്രമാണിയായിരുന്ന ജോസഫ് റബ്ബാൻ്റെ അപേക്ഷ പ്രകാരം കൊടുങ്ങല്ലൂർ രാജാവ് നൽകിയ സ്ഥലത്താണ് മാള യഹൂദ പള്ളി നിർമ്മിച്ചത് എന്ന് മാളയെപ്പറ്റിയുള്ള യഹൂദ പെൺപാട്ടുകളിൽ കാണുന്നു. 23 സെൻറ് സ്ഥലത്ത് നിർമ്മിച്ച മാള സിനഗോഗ് പലതവണയായി പുതുക്കി പണിതിട്ടുണ്ട്. ഇത് തടിയിൽ നിർമ്മിച്ച അതിമനോഹരമായ കുത്തുപണികൾ കൊണ്ട് ആകർഷകമാണ്. നമ്മൾ നേരെ ചെല്ലുന്നത് പുരുഷന്മാരുടെ പ്രയർ ഹാളിലേക്കാണ്. പ്രാർത്ഥനാ ഹാളിൻ്റെ സെൻട്രലായിട്ട് പുരോഹിതൻ നിന്ന് പ്രാർത്ഥിക്കുന്ന ബേമ നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇസ്രായേൽ കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് പടിഞ്ഞാറോട്ട് മുഖം തിരിഞ്ഞു നിന്ന് ആരാധന നടത്തുന്നു. വിഗ്രഹാരാധന ജൂതമത വിശ്വാസികൾക്കിടയിലില്ല. സ്ത്രീകളുടെ ഗാലറി സ്ഥാപിച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെ അടിത്തട്ടിൽ കൊത്തിവെച്ചിരിക്കുന്ന പൂക്കൾ ഓരോന്നും മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാണ്. സ്ത്രീകളും പുരുഷന്മാരും മുകളിലും താഴെയുമായി നിന്നുകൊണ്ടാണ് പ്രാർത്ഥിച്ചിരുന്നത്. ജൂതന്മാരുടെ മതഗ്രന്ഥമായ തോറ തുകൽചൊൽ പേടകത്തിൽ വെക്കിയതിനെ സേഫർ തോറ എന്ന് പറയുന്നു. ഇത് പഴയ കാലത്തുള്ള പള്ളിയുടെ ചിത്രമാണ്. ജൂതപ്പള്ളിയുടെ യഥാർത്ഥ രൂപം ഇതാണ്. എന്നാൽ മാള ജൂതപ്പള്ളിയിൽ ഇതിൻ്റെ പൂർണ്ണരൂപം ഇല്ല. ഇത് പുനർനിർമ്മാണം നടത്തി വരുന്നതേയുള്ളൂ. ഇന്നത്തെ രൂപമാണ് ഇത്. ജൂതന്മാർ താമസിച്ചിരുന്ന വീടാണിത്. ഇത് ഇപ്പോൾ മാള പോസ്റ്റ് ഓഫീസാണ്. 1955-ൽ ജൂതന്മാർ മാളയിൽ നിന്ന് പോകുമ്പോൾ ഉണ്ടായിരുന്ന കുടുംബത്തിൻ്റെ ഫോട്ടോയാണിത്. പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് 500 മീറ്റർ മാറി 4 ഏക്കർ വിസ്തീർണമുള്ള യഹൂദ സെമിത്തേരി സ്ഥിതി ചെയ്യുന്നു. ഈ സെമിത്തേരി ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള യഹൂദ പൈതൃക സ്ഥലമാണ്. യഹൂദരുടെ 100 കണക്കിന് പൂർവികർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. 1955-ൽ ജൂതന്മാർ ഇസ്രായേലിലേക്ക് പോവുകയും പിന്നീട് അത് മാള ഗ്രാമപഞ്ചായത്തിന് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇപ്പോഴത് മുസ്ലിംസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പുനർനിർമ്മാണത്തിനുള്ള കാര്യങ്ങൾ തുടങ്ങി കഴിഞ്ഞു.